സ്വർഗാരോഹണ തിരുനാൾ അത്ഭുതമുളവാക്കുന്നതും അത്ഭുതത്തിൽ തുടരുന്നതുമായ ഒരു തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. കാരണം അതിന് പിന്നിൽ പുനരുത്ഥാനമെന്ന വലിയ രഹസ്യവും സ്വർഗമെന്ന അതുപോലെ തന്നെ ഭാവനാചിത്രമായി തുടരുന്ന മറ്റൊരു രഹസ്യവുമുണ്ട്. രണ്ടും പ്രതീക്ഷയിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് വരാനിരിക്കുന്നതും ഇനിയും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ നമ്മുടെ പുനരുത്ഥാനത്തെയും സ്വർഗപ്രവേശനത്തെയും കാത്തിരിക്കുന്നത്. അതിനാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ മുൻ അനുഭവമായിട്ടാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മളും ഉയർപ്പിക്കപ്പെടും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന അവിടുത്തെ വാക്കുകളിൽ നമുക്ക് ഒരു വാഗ്ദാനവും ഉറപ്പും അവിടുന്ന് നൽകുന്നുണ്ട്. ഉയർപ്പും സ്വർഗാരോഹണവും ഒന്നിച്ചു പോകുന്നവയാണ്. കർത്താവ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിൽ അതിൻ്റെ അവസ്ഥാവിശേഷങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടല്ല അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത്. ഈ ലോകത്തെ അതിശയിക്കുന്ന, അതിനപ്പുറത്തേക്ക് കടത്തിവിടുന്ന ട്രാൻസെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഉയർപ്പ്. ഉയർപ്പിന് ശേഷം നമ്മളായിരിക്കുന്ന അവസ്ഥയോ ഇടമോ ആണ് സ്വർഗം. സ്വർഗം ഒരിടമാണോ? എൻ്റെ ഭവനം പണിതിരിക്കുന്ന ജന്മസ്ഥലം പോലെ, എൻ്റെ ജന്മനാട് പോലെ സ്ഥലകാല പരിമിതിയോ ദൃശ്യാവിഷ്കരണ സാധ്യതയോ ഇല്ലാത്ത ഒന്നാണ് സ്വർഗമെന്ന് താത്വികമായി പറയേണ്ടി വരും ഈ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ. ഈ ലോകത്തിന് അതീതമെങ്കിൽ അത് ഈ ലോകത്തിന് അപ്പുറത്തുള്ള മറ്റൊരു ലോകമാണ്. അത് മറ്റൊരു ലോകത്തിൻ്റെ ഭാവനാ ചിത്രമാണ് നമ്മിൽ ഉളവാക്കുന്നത്. ഇന്ന് ആകാശം അങ്ങനെയുള്ള അനേകം വെളിപ്പെടുത്തലുകളുടെ സാധ്യതയാണ് ഉൾക്കൊള്ളുന്നത്. ആകാശത്തിൽ തെളിയുന്ന നക്ഷത്രങ്ങളെ നോക്കി സ്വപ്നം കാണുവാനും വിചിന്തനം ചെയ്യുവാനും പര്യവേഷണ സാധ്യതകളെ തേടുവാനും പഠിച്ചവരാണ് നമ്മൾ. ആകാശം ശൂന്യമല്ല. അവിടെ നക്ഷത്ര ലോകത്ത് കോടാനുകോടി വാസസ്ഥല സാധ്യതകളുണ്ട് എന്നതിന് ഇതുവരെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമുക്ക് തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ മനുഷ്യനിൽ തുടങ്ങി നമ്മിൽ എത്തി നിൽക്കുന്ന മനുഷ്യചരിത്രത്തിൽ മതത്തിൻ്റെ ഉൽപ്പത്തിക്ക് പോലും കാരണമായി തീർന്നിരിക്കുന്നത് ഈ ആകാശ ദർശനമാണ്. ആകാശം ശൂന്യമല്ല. നമ്മുടെ മനസ്സിനോടും ഭാവനയോടും സംവദിക്കുന്ന ഒരു വിശാല സാന്നിധ്യമാണത്. അവയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് നമ്മുടെ വേദപുസ്തക വെളിപാടുകൾ എല്ലാം തന്നെ. അവിടെ എവിടെയോ ആണ് ദൈവവും അവിടുത്തെ മാലാഖമാരും വസിക്കുന്നതെന്നും അങ്ങോട്ട് ഒരിക്കൽ മനുഷ്യൻ കുടിയേറിപ്പാർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ക്രമേണ മതവിശ്വാസത്തിന് അടിസ്ഥാനമായി തീർന്നിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ച കർത്താവ് തന്നെ ഒരു സ്വർഗീയ ദർശനത്തിലേക്കാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മെ നയിക്കുന്നത്. കർത്താവീശോയുടെ സ്വർഗാരോഹണം എന്ന രഹസ്യത്തിന് പിന്നിൽ ഒരു കടന്നുപോകലും ഒരു കരേറ്റവുമുണ്ട്. ഈ ലോകത്തിൽ നിന്ന് അവിടുന്ന് അകന്നു പോകുന്നു, മുകളിലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായി കാണപ്പെടുന്നു. ആകാശങ്ങൾ എന്ന് പറഞ്ഞതിന് ദൃശ്യലോകത്തിനും അപ്പുറത്തൊരു ആകാശമുണ്ട് എന്ന് നമ്മൾ ഭാവനയിൽ കാണുന്നത് കൊണ്ടാണ്. അത് ഒരു പൂർത്തീകരണത്തിൻ്റെയും പൂർണ്ണതയുടെയും സാന്നിധ്യമായി നമ്മൾ ഭാവനയിൽ കാണുന്നത് കൊണ്ടാണ്. അദൃശ്യമായ ആകാശത്തെ സ്വർഗമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അവിടെ നിന്നാണ് അവിടുന്ന് ദൂതന്മാരെ മനുഷ്യൻ വസിക്കുന്ന ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അവിടെ നിന്ന് ആരൊക്കെയോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുവാനും ഒരു സാധ്യതയുണ്ട് എന്ന് ക്രമേണ വിശ്വാസമായിത്തീരുന്ന ഭാവനയും പ്രതീക്ഷയും നമ്മിൽ ഒരു പ്രതീതി ഉളവാക്കുന്നു. ഈ സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നത്. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനത്തോടും ബോധ്യപ്പെടുത്തലോടും കൂടിയാണ് കർത്താവ് ദൃശ്യമായി ഈ ലോകത്തോട് വിട പറഞ്ഞ് അദൃശ്യമായ ഒരു ലോകത്തിലേക്ക് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ നമ്മിൽ വീണ്ടും ഒരു അവ്യക്തത ജനിപ്പിക്കുന്നില്ലേ? ഇവിടെ നിന്നും പിതാവിൻ്റെ പക്കലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കർത്താവിന് എങ്ങനെ ലോകാവസാനം വരെ, അതായത് അനന്തമായി ഈ ലോകത്തിൽ തുടരുവാൻ സാധിക്കും? അങ്ങനെയെങ്കിൽ സ്വർഗമെന്നത് ഒരു ഇടമാണോ? ഈ ലോകത്തിനും അപ്പുറത്തുള്ള ഒരിടം, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനും അപ്പുറം നിത്യം നിലനിൽക്കുന്ന ഒരു ലോകം. അങ്ങനെയാണ് നമ്മൾ സ്വർഗമെന്ന് അതിനെ വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്വർഗമെന്ന് വിളിക്കുന്നത്. എന്താണ് സ്വർഗമെന്ന ചോദ്യം അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന് മാത്രം ഉൾക്കൊള്ളാവുന്ന ഒരു രഹസ്യമായി തീരുന്നു.
സ്വർഗം കണ്ടെത്തേണ്ടത് അകലങ്ങൾ താണ്ടിയല്ല രൂപാന്തരീകരണത്തിലൂടെയാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പൂർണ്ണമായ രൂപാന്തരീകരണം സംഭവിക്കുന്നത് ഉയർപ്പിലൂടെയാണ് എന്ന അടുത്ത ചിന്തയിലേക്കും അങ്ങനെ നമ്മൾ എത്തിച്ചേരുകയാണ്. ശരീരവും ശരീരബദ്ധമായ എല്ലാവും, അതുപോലെ ഈ ലോകവും അതിൻ്റെ ആവിഷ്കാര രീതികളും ഒക്കെ രൂപാന്തരീകരണത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. അതിൻ്റെ തനിമയിൽ പുതിയ ലോകം പിറക്കുന്നു. ദൈവത്തിൻ്റെ അരൂപി പുതിയൊരു സാന്നിധ്യവും ശക്തിയും നൽകുന്നു. മനുഷ്യരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയ ശേഷമാണ് അവിടുന്ന് വിട പറഞ്ഞു പോയത്. രൂപാന്തരീകരണത്തിലൂടെ ഒരുവൻ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഈ ലോകം തന്നെ രൂപാന്തരീകരണത്തിലൂടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയായി പ്രത്യക്ഷപ്പെടുന്നു. അതുതന്നെയായിരിക്കാം സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ. സ്വർഗമെന്നതിന് ഭാരതീയ ദർശനത്തിൽ മോക്ഷം എന്നാണ് പേര്. മോക്ഷം മുക്തിയാണ്. അത് ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. അരൂപിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുവരലാണത്. ഈ അവസ്ഥയെ പുനരുത്ഥാനമായും സ്വർഗപ്രവേശനമായും നമുക്ക് പരാവർത്തനം ചെയ്യാം. മോചനമെന്നത് ഏവരും ആഗ്രഹിക്കുന്ന അനുഭവമാണ്. ഒരുപാട് ബന്ധനങ്ങളിലാണ് മനുഷ്യൻ കഴിയുന്നത്. ദാരിദ്ര്യവും സമ്പത്തും ഒരുപോലെ ബന്ധനങ്ങളാകാം. കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ശരീരബദ്ധമായ ജീവിതവും ബന്ധനത്തിൻ്റെ അവസ്ഥയാണ്. മരണമാണ് അവയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആദ്യ കടമ്പ. എന്നാൽ രൂപാന്തരീകരണവും പുതുജന്മവും ഉയർപ്പുമില്ലാതെ മോക്ഷപ്രാപ്തി സാധിക്കുകയില്ല. സ്വർഗം, മോക്ഷം, നിത്യജീവിതം എന്നെല്ലാം പേരുള്ള മരണാനന്തര ജീവിതം ആണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും അടിസ്ഥാനമായി നിൽക്കുന്നത്. ഈ പ്രത്യാശയുടെ പ്രഘോഷണമാണ് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ തിരുനാളിൻ്റെ പ്രസക്തി എന്താണ് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അത് നമ്മെ എവിടെയും എപ്പോഴും അനുഗമിക്കേണ്ട ഒരു മനോഭാവമായിത്തീരണം. ശുഭാപ്തി വിശ്വാസം എന്ന മനോഭാവം നമ്മിലുളവാകുന്ന ഒരു ഉറപ്പ്. അവസാനമെല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്ന മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ബോധ്യമാണത്. അതിൽ നിന്നും ഉരുത്തിരിയുന്ന മനോഭാവമാണ് പോസിറ്റീവ് തിങ്കിങ്. എന്ത് സംഭവിച്ചാലും അതിലൊരു നന്മയോ നന്മയിലേക്കുള്ള വഴിത്തിരിവോ കാണുക. ഏത് വ്യക്തിയിലും ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലും നന്മയെയും തനിമയെയും മുൻഗണനാ അടിസ്ഥാനത്തിൽ തേടുക. പാപത്തെ ഭയപ്പെടുന്നതിനും അധികം പുണ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. കുഴഞ്ഞു മറിയുന്ന സാഹചര്യങ്ങളിൽ പോലും സൗന്ദര്യ ദർശനം സാധ്യമാക്കുക എന്നിങ്ങനെ പോകുന്നു ഈ മനോഭാവത്തിൻ്റെ പ്രകടനങ്ങൾ. നിരാശയിൽ എന്നതിനേക്കാൾ ഇവിടെയും പ്രതീക്ഷയുടെ അടയാളങ്ങൾ കാണുവാൻ സാധിക്കുന്നവനിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. നിരാശയിലേക്കും ശക്തിഹീനതയിലേക്കും വഴുതി വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ പുനരുത്ഥാനവും സ്വർഗാനുഭവവും ആണ് മനുഷ്യന് മുമ്പിൽ പ്രത്യാശയുടെ വഴി തുറക്കുന്നത്. ഇതാണ് നമ്മൾ ജീവിക്കേണ്ടതും പ്രഘോഷിക്കേണ്ടതും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ശക്തരാക്കി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പറഞ്ഞയച്ചത് ഈ സദ്വാർത്ത പ്രഘോഷിക്കുവാനായിരുന്നു. ആകാശങ്ങളിലേക്കോ അകലങ്ങളിലേക്കോ ദൃശ്യമായ ആകാശത്തിലേക്കോ ഒക്കെ നോക്കി നിന്നല്ല ക്രിസ്തുനാഥനെ നമ്മൾ യാത്രയാക്കി ഇവിടെ പറഞ്ഞ് അയക്കേണ്ടത്. ഉള്ളിൽ പ്രകാശം പരത്തുന്ന സാന്നിധ്യമായി അവിടുത്തെ അനുഭവിച്ചു കൊണ്ടായിരിക്കണം അവിടുത്തെ സാന്നിധ്യത്തെ നമ്മൾ ദർശന വിഷയമാക്കുവാൻ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദർശനാനുഭവത്തിൽ ഒതുങ്ങിക്കൂടി നമ്മുടെ വിശ്വാസ ദർശനത്തെ നമ്മൾ പരിമിതിപ്പെടുത്തരുത്. ഹൃദയം കൊണ്ടാണ് നമ്മൾ ഉദ്ധിതനെയും സ്വർഗത്തെയും കാണേണ്ടത്. ഹൃദയത്തിലാണ് അവിടുത്തെ സാന്നിധ്യവും സ്വർഗവും നമ്മൾ അനുഭവിക്കേണ്ടത്. ഹൃദയത്തിലാണ് ഈ ലോകത്തു നിന്ന് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണേണ്ടത്. അവിടെ തന്നെയാണ് സ്വർഗസ്ഥനായ ക്രിസ്തുനാഥനും. ഏവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.